നമുക്കടാ 8ാം ക്ലാസ്സിലെ ലാസ്റ്റ് ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് കണക്കുകൾ നമ്മൾ ചെയ്യാൻ പോകടാ. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. അപ്പുവിന് എത്രയാണോ വയസ്സ് അതിൻ്റെ 9 മടങ്ങാണ് ആരുടെ പ്രായം? അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം. അങ്ങനെ ഫസ്റ്റ് പറഞ്ഞാൽ നമുക്ക് അത് തന്നെ എഴുതാം കേട്ടാ. അതായത് നമുക്ക് എഴുതാം അപ്പൂസ് ഏജ്. അപ്പുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് എക്സ് എടുത്താൽ മദേഴ്സ് അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്, അതായത് 9x അല്ലേടാ മക്കളെ? ആണ്. ശരി, ഇത്രയും മനസ്സിലായോ? ആണ്. 9 വർഷം കഴിയുമ്പം 9 വർഷം കഴിയുവാണേ. ആഫ്റ്റർ ദ 9 ഇയേഴ്സ് 9 വർഷം കഴിയുമ്പം എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 9 വർഷം കഴിയുമ്പം ഉറപ്പായിട്ടും അപ്പുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് 9 വർഷം കഴിയുമ്പോൾ 9 വയസ്സ് കൂടൂലേ അപ്പുവിന്? ശരി, അപ്പം അമ്മയ്ക്കും കൂടൂലേ 9 വയസ്സ്? അതായത് 9xൻ്റെ കൂടെ 9, അമ്മയ്ക്കും കൂടും 9 വയസ്സ്. ശരിയല്ലേ? ആണ്. എന്തോ പറഞ്ഞേക്കുന്നേ? ഇത് 3 മടങ്ങായി മാറും. എന്താ 3 മടങ്ങായി മാറും എന്ന് പറഞ്ഞേക്കുന്നേ? എന്നാ 9 മടങ്ങാവുമെന്ന് പറയുന്നേ. അതായത് അമ്മയുടെ പ്രായമെന്ന് പറയുന്നത് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ എത്ര മടങ്ങാവുമെന്നാണ് പറഞ്ഞേക്കുന്നേ? 3 മടങ്ങ്, 3 ടൈംസ് അല്ലേ? 3 ടൈംസ് ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. 3 ടൈംസ് ആകും എന്നാണ് പറയുന്നത്. മക്കളെ ഇങ്ങനെയല്ലേടാ? അതായത് എന്താണ്? 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായമെന്ന് പറയുന്നത് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. ഇതിലേ പറഞ്ഞേക്കുന്നേ 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായമെന്ന് പറയുന്നത്, അമ്മയുടെ പ്രായം എത്ര? 9x+9. അത് എന്ന് പറയുന്നത് അപ്പുവിൻ്റെ പ്രായം എത്ര? x+9. അതിൻ്റെ 3 മടങ്ങാകും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രായം പ്രസൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതായത് എക്സും 9x എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ശരിയല്ലേ മക്കളെ? നോക്കടാ, ഞാൻ ഈ 9x+9 അതുപോലെ എഴുതി. ഇവന്മാരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ടേ? 3 × x 3x പ്ലസ് 3 × 9 എത്രടാ? 9 9 27. ശരിയല്ലേ? ആണ്. ഈ പ്ലസ് 3x അപ്പുറം വരുമ്പോൾ എന്താകും? 9x - 3x ഈസിക്കല്. മക്കളെ +9 അപ്പുറം പോകുമ്പോൾ എന്താകും? +9 അപ്പുറം പോയാൽ നിങ്ങൾക്കറിയാം മൈനസ് ആണെന്നറിയാം. ശരിയല്ലേ? 9x നിന്ന് 3x പോയാൽ എത്രടാ? 9x നിന്ന് 3x പോയാൽ നിങ്ങൾക്കറിയാം 6x ആണെന്നറിയാം. 27 നിന്ന് 9 പോകണം. 27 നിന്ന് 9 പോയാൽ എത്ര വരും? 18 വരും. അങ്ങനെയാണെങ്കിൽ x എനിക്ക് എത്ര വരും? 18. ഈ 6 അപ്പുറം പോകുമ്പം /6, അതായത് 3 വരും. എക്സ് എനിക്ക് എന്ത് കിട്ടി? 3 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? അപ്പുവിൻ്റെ ഏജ് എക്സ് അല്ലേ? ആണ്. ഇപ്പോഴത്തെ പ്രായം നമ്മളെ ചോദിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ പ്രായം അപ്പുവിന് എക്സും അമ്മയ്ക്ക് 9x. അപ്പം അപ്പുവിൻ്റെ പ്രായം 3, അമ്മയുടെ പ്രായം 9 × 3 3 27. ഇതാണ് ആൻസർ. മനസ്സിലായോ? ഇത് നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് എഴുതണം കേട്ടോ. ഇത് നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതണം കേട്ടോ. അപ്പൂസ് ഏജ് മദേഴ്സ് ഏജ് എന്ന് പറഞ്ഞ് എഴുതണം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇവിടെ പറഞ്ഞു തന്നെ. ഓക്കെ അല്ലേ? എക്സ് കണ്ടുപിടിച്ചു. എക്സ് എന്ന് പറയുന്നത് 3, അപ്പുവിൻ്റെ പ്രായം എക്സ് 3, അമ്മയുടെ പ്രായം 9 × 3 3 27. കണക്ക് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഓരോ പ്രോബ്ലം ചെയ്യുന്നത്. സെറ്റായോടാ? സെറ്റല്ലേ? അടിപൊളിയല്ലേ? എന്തിനാ അവിടെ ചോദിച്ചോടാ? അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാടാ, ഒന്നുമില്ല കേട്ടാ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ് അല്ലേ? അപ്പം എന്താണ് പറയുന്നത്? സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ 2 പേര് സെയിം ആണെന്നാണ് പറയുന്നത്. പെണ്ണും ആണും എന്താണ് സെയിം? 2 പേരും, ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റേ ആളും എന്തായിരിക്കും? എക്സ് എണ്ണം കാണും. ഓൺ എ ഡേ, ഒരു ദിവസം, വെൻ 8 ബോയ്സ് വെർ ആബ്സെൻറ്റ്, എന്ത് ചെയ്തു? ആൺകുട്ടികൾ 8 പേര് വന്നില്ല ഒരു ദിവസം കേട്ടാ. 8 പേര് വന്നില്ല. ദ നമ്പർ ഓഫ് ഗേൾസ്, അങ്ങനെ വരുമ്പം അന്ന് വരാതിരുന്ന 8 പേര് വരാതിരുന്ന ദിവസം എന്ത് സംഭവിച്ചു? ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരുന്നോ അത് എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ട്വൈസ്, 2 ഇരട്ടിയാണ് എന്നാണ് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ എത്ര ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? എത്ര ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. തുടങ്ങാൻ പരിപാടി. ശരി, ആദ്യം എന്താ പറഞ്ഞേ? ആദ്യം ഇവർ പറഞ്ഞു നമ്പർ ഓഫ് ബോയ്സ്. മക്കളെ, ഈ ക്ലാസ്സിൽ നമ്പർ ഓഫ് ബോയ്സ് എക്സ് എണ്ണം ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് മക്കളെ എത്ര എണ്ണം കാണൂടാ? 2 പേരും സെയിം എന്നല്ലേ പറഞ്ഞേക്കുന്നേ? എക്സ് ശരിയല്ലേ? ആണ്. അങ്ങനെ ഓൺ എ ഡേ, ഒരു ദിവസം ആ ദിവസം എന്ത് ചെയ്തു? 8 കുട്ടികൾ എന്ത് ചെയ്തു? 8 എന്താണ് സ്റ്റുഡൻസ് ആബ്സെൻറ്റ്. 8 കുട്ടികൾ എന്ത് ചെയ്തു? ആബ്സെൻ്റായി. ശരിയല്ലേ? ആബ്സെൻ്റായി. അന്ന് എന്ത് സംഭവിച്ചു? അന്ന് നമ്പർ ഓഫ് ബോയ്സ് മക്കളെ അന്ന് എന്ത് സംഭവിക്കൂടാ? ആൺകുട്ടികളുടെ എണ്ണം എന്ത് സംഭവിച്ചു? 8 കുട്ടികൾ കുറഞ്ഞു. ശരിയല്ലേ? ആൺകുട്ടികൾ 8 പേര് വന്നില്ല. ശരിയല്ലേ? പക്ഷേ പെൺകുട്ടികളുടെ എണ്ണത്തിന് വല്ല മാറ്റവും സംഭവിക്കുമോ? ഇല്ല. പെൺകുട്ടികൾ എല്ലാവരും ഉണ്ട്. പെൺകുട്ടികൾ എന്ത് സംഭവിച്ചു? എക്സ് എല്ലാവരും ഉണ്ട്. ശരിയല്ലേ? ഇനി അവർ പറഞ്ഞ കഥ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? 8 കുട്ടികൾ ആബ്സെൻ്റ് ആയ ദിവസം ആൺകുട്ടികളുടെ എണ്ണം x-8ഉം പെൺകുട്ടികളുടെ എണ്ണം എക്സും ആണ്. ശരിയല്ലേ? ഇനി കഥ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞേക്കുക എന്താ പറഞ്ഞേക്കുന്നത്? ദ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എക്സ്, നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? വാസ്. അപ്പോൾ നമ്മൾ ഈസി കൊടുത്തു. വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. നമ്പർ ഓഫ് ബോയ്സ് ഇവിടെ എത്ര ഉണ്ട്? x-8. അതിൻ്റെ ട്വൈസ് ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 ഇരട്ടി ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതല്ലിയുടെ കഥ എന്ന് പറയുന്നത്. പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 2 ഇരട്ടി ആകും എന്നാണ് പറഞ്ഞത്. ആ 8 കുട്ടികൾ ആബ്സെൻ്റ് ആയപ്പോൾ. കണ്ടോ? ഇങ്ങനെയാണ് സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എക്സ് കണ്ടുപിടിക്കണം. എന്താ ചോദിച്ചാൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. ആൺകുട്ടികളുടെ എണ്ണം എക്സ്, പെൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ എക്സ് എനിക്ക് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിച്ചാലേ കാര്യം നടക്കും. എക്സ് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഇതൊക്കെ പ്രോബ്ലം ചെയ്ത് നോക്കൂ അല്ലേ? 2 × x എന്താണ് മക്കളെ? 2x മൈനസ് 2 × 8 മക്കളെ 2 × 8 എത്രടാ? 2 16. ശരിയല്ലേ? ആണ്. ഞാൻ എന്ത് ചെയ്യും? ഈ -16നെ അങ്ങ് ഇപ്പുറം കൊണ്ടുവരും. മക്കളെ -16 ഇപ്പുറം വന്നാൽ എന്താകും? +16 ആണ്. ഈ പ്ലസ് എക്സ് അപ്പുറം പോയാൽ എന്താകും? -x. ശരിയല്ലേ? ഇത്രയും മനസ്സിലായോ? -16 ഇപ്പുറം വന്നാൽ +16ഉം ഈ =ൻ്റെ അപ്പുറം വന്നപ്പം +16ഉം ഈ പ്ലസ് എക്സ് അപ്പുറം പോയാൽ എന്താകും? -x ആകും. മക്കളെ 2 ചക്കയിൽ നിന്ന് 1 ചക്ക പോയ എത്ര? 2 ചക്കയിൽ നിന്ന് 1 ചക്ക പോയാൽ 1 ചക്ക. അപ്പോൾ എക്സ് എനിക്ക് എന്ത് കിട്ടി? 16 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി? 16 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് അങ്ങനെ എന്താ ചോദിച്ചാൽ ആൺകുട്ടികളും പെൺകുട്ടികളും എണ്ണമല്ലേ? ആൺകുട്ടികൾ എത്ര എണ്ണം ഉണ്ട്? 16 എണ്ണം ഉണ്ട്. പെൺകുട്ടികൾ എത്ര എണ്ണം ഉണ്ട്? 16 എണ്ണം ഉണ്ട്. കണക്ക് കഴിഞ്ഞു. ഫുൾ മാർക്ക്. സെറ്റായോ? മക്കളുടെ അടുത്ത കണക്ക് കണ്ടോണേ. അടുത്ത കണക്കടാ. എന്ത് പറഞ്ഞേ? ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ഒരു ക്ലാസ്സിൽ 50% പെൺകുട്ടികളാണ്. മക്കളെ 50% പെൺകുട്ടികളാകുമ്പോൾ ബാക്കി 50% അല്ലേ? മൊത്തം എത്ര പെർസെൻറ്റേജാ? മൊത്തം 100%. 100%ൽ 50% ആൺകുട്ടികളാണെങ്കിൽ 50% എന്തായിരിക്കും? പെൺകുട്ടികളാണ്. നമുക്കറിയാലോടാ. ഈ റൂളൊക്കെ നമുക്കറിയാലോ. ശരിയല്ലേ? ആണ്. അതൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് എണ്ണം അപ്പോൾ ശരിയാണ്. 50% പെൺകുട്ടികളും 50% ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ 2 പേരുടെ എണ്ണം സെയിം ആണ്. ശരിയല്ലേ? അപ്പോൾ ഞാൻ എഴുതും നമ്പർ ഓഫ് ബോയ്സ്. മക്കളെ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എക്സ്. ശരിയല്ലേ? ആണ്. അടുത്തത് നമ്പർ ഓഫ് ദ ഗേൾസ്. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ശരിയല്ലേ? ആണ്. 10 കുട്ടികൾ കൂടി വന്നപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? വെൻ 10 more girls were admitted in class. അപ്പോൾ 10 കുട്ടികളും കൂടെ വന്നപ്പോൾ ദിസ് ബിക്കെയിം എന്തായി മാറി? 60% മാറി എന്നാണ് പറയുന്നത്. 60% ആയി മാറി എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഒരു 10 പിള്ളേരും കൂടെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയുമോ? ക്ലാസ്സിൽ എന്ന് പറയുന്നത് ദിസ് ബിക്കം പെൺകുട്ടികളുടെ എണ്ണം 50%-ൽ നിന്നും എന്തായി മാറി? 60%-ആയി മാറി എന്നാണ് പറയുന്നത്. പെൺപിള്ളേരുടെ എണ്ണം 50%-ൽ നിന്നും 60%-ആയി മാറി എന്നാണ് പറയുന്നത്. ഹൗ മെനി ചിൽഡ്രൻസ് വെയർ ഇൻ ദ ക്ലാസ് അറ്റ് ഫസ്റ്റ്. അപ്പം ആദ്യം കുട്ടികളുടെ എണ്ണം എത്ര? ആദ്യം നമ്മുടെ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്ത് സംഭവിച്ചു? 10 കുട്ടികളുടെ വന്നപ്പോൾ 10 more ഗേൾസ്. 10 പെൺകുട്ടികൾ വന്നപ്പോൾ 10 പെൺകുട്ടികൾ വരുമ്പോൾ
എന്ത് സംഭവിക്കും മക്കളെ? ആ ഗേൾസിൻ്റെ എണ്ണം എന്തായി മാറും? നമ്പർ ഓഫ് ഗേൾസ് എന്തായി മാറും? മുമ്പേ ഉണ്ടായിരുന്ന എണ്ണം എത്രയായിരുന്നു? എക്സ്. അതിൻ്റെ അകത്തൊരു 10 കൂടെ കൂടും. ശരിയല്ലേ? ബോയ്സിൻ്റെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? നമ്പർ ഓഫ് ബോയ്സ്. മക്കളെ ബോയ്സിൻ്റെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല, എക്സ് തന്നെയാണ്. ശരിയല്ലേ? ആണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി. അപ്പം 10 കുട്ടികളും കൂടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഗേൾസിൻ്റെ എണ്ണം x+10 ആയി, ബോയ്സിൻ്റെ എണ്ണം എക്സ് ആയി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞു നോക്കാം മക്കളെ. അപ്പോൾ ടോട്ടൽ ആകെ എത്ര പിള്ളേരുണ്ട്? അപ്പോൾ ഇവിടെ ടോട്ടൽ പെൺകുട്ടികളുടെ എണ്ണം x+10ഉം ആൺകുട്ടികളുടെ എണ്ണം എക്സും. അതായത് x+x 2x, 2x+10 ഇതും കൂടെ കിടന്നു കേട്ടോ, ആവശ്യമുണ്ട് കേട്ടോ. ടോട്ടലും കൂടെ നമുക്ക് കിട്ടി. അപ്പോൾ ആകെ കുട്ടികൾ എത്ര ഉണ്ട്? 2x+10. 10 പിള്ളേരും കൂടെ വന്നപ്പോഴുള്ള കേസാണ് നമ്മൾ പറയുന്നത് കേട്ടോ. 10 പിള്ളേരും കൂടെ വന്നപ്പം എന്താണ്? 2x+10. ഓക്കെ അല്ലേ? ഇത്രയും പേരുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി. എടാ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്ന 60% ആകുമ്പം അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ്. മക്കളെ ബോയ്സിൻ്റെ പെർസെൻറ്റേജ് എത്ര ആയിരിക്കുമടാ? ഗേൾസിൻ്റെ പെർസെൻറ്റേജ് 60 ആയെങ്കിൽ ബോയ്സിൻ്റെ പെർസെൻറ്റേജ് അപ്പോൾ ഉറപ്പായിട്ടും 40% ആകുന്നത്. 100% ഉറപ്പല്ലേ? അതായത് പെൺകുട്ടികളുടെ പെർസെൻറ്റേജ് 60 ആയെങ്കിൽ ഉറപ്പായിട്ടും ആൺകുട്ടികളുടെ എണ്ണം പെർസെൻറ്റേജ് എത്രയായി മാറും? 40 മാറും. അവിടുന്നാണ് നമ്മൾ ഇവരുടെയൊക്കെ എണ്ണം കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? ഞാൻ നോക്കിയപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് എൻ്റെ മനസ്സിൽ വന്ന പെൺപിള്ളേർ 60% ആയെങ്കിൽ ഇപ്പം ആൺപിള്ളേർ എത്ര ശതമാനമായി കാണും? 100-ൽ ബാക്കി 40% കാണും. ശരിയല്ലേ? മക്കളെ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ശ്രദ്ധിച്ച് പഠിച്ചോണേ. പെർസെൻറ്റേജ് ഓഫ് ബോയ്സ്, എന്തിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ബോയ്സ് ബൈ ടോട്ടലാണേ. എന്തിൻ്റെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണേ. പെർസെൻറ്റേജ് ഇതെന്താ? എണ്ണത്തെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ 40% എങ്ങനെ എഴുതും? 40% എനിക്ക് 40/100 എന്ന് എഴുതാം. മനസ്സിലായോടാ? 40% 40/100 എന്ന് എഴുതാം. ഇതാ ഈ 0 വെട്ടി, ഈ 0 വെട്ടി. നമ്പർ ഓഫ് ബോയ്സ്. മക്കളെ ആൺകുട്ടികൾ എത്ര എണ്ണം ഉണ്ടോ? ആൺകുട്ടികൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ആൺകുട്ടികൾ എക്സ് എണ്ണം. ശരിയല്ലേ? ആണ്. ടോട്ടൽ മക്കളെ മൊത്തം എത്ര ഉണ്ട്? ടോട്ടൽ നമ്മൾ ചെയ്ത് വെച്ചേക്കല്ലേ? 2x+10. ശരിയല്ലേ? ആണ്. ഈസ് ഈക്വൽ ടു 4/10. ശരിയല്ലേ? ഇവരെ ക്രോസ് അടിക്കണം. ക്രോസ് അടിക്കുന്ന പറഞ്ഞാൽ ഇവനെ ഇവൻ കൊണ്ട് ഗുണിക്കണം, ഈസ് ഈക്വൽ ടു ഇവനെ ഇവൻ കൊണ്ട് ഗുണിക്കണം. x/2x+10 ഈസ് ഈക്വൽ ടു 4/10. ഇതല്ലേടാ മക്കളെ ഗുണിക്കേണ്ടത്? ഇതാ ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോണേ. ക്രോസ് അടിക്കുക കേട്ടോ, ക്രോസ് അടിക്കുകയാണേ. x×10 എന്ന് പറഞ്ഞാൽ എന്തുവാ? 10x. ശരിയല്ലേ? ഇവനെ ഇവൻ കൊണ്ട് ഗുണിക്കണം. 4 × ഈ മുഴുവൻ ഐറ്റത്തെയും ഗുണിക്കണം. 2x+10. ശരിയല്ലേ? ആണ്. 10x ഞാൻ അതുപോലെ എഴുതി. മക്കളെ 4 × 2x എന്ന് പറയുമ്പോൾ എന്താകും? 8x പ്ലസ് 4 × 10 എന്താകും? 40. ശരിയല്ലേ? ആണ്. മക്കളെ +8 ഇപ്പുറം വരുമ്പോൾ എന്താകൂടാ? +8x ഇപ്പുറം വരുമ്പം -8x ആകും. ശരിയല്ലേ? 40. അപ്പം 10x നിന്ന് 8x പോയാൽ 2x. ശരിയല്ലേ? 2x എനിക്ക് എന്ത് വന്നു? 40 എന്ന് വന്നു. ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ എക്സിൻ്റെ വാല്യൂ എന്ത് വരുടാ? ഈ 2 അപ്പുറം പോകുമ്പോൾ എന്താകും? × 2 അപ്പുറം പോകുമ്പോൾ എന്താകും? ഡിവിഷൻ 2. അതായത് എക്സിൻ്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി? 40ൻ്റെ പകുതി എത്ര? 40/2 എന്ന് പറഞ്ഞാൽ 40ൻ്റെ പകുതി 20. എനിക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി 20. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നേ? ആദ്യം എത്ര ആണും പെണ്ണും ഉണ്ടായിരുന്നു? മക്കളെ ആദ്യം ഉണ്ടായിരുന്ന ആണിൻ്റെ എണ്ണം നമ്പർ ഓഫ് ഗേൾസ്. ആദ്യം ഉണ്ടായിരുന്ന ഗേൾസ് എക്സ് ആയിരുന്നു. ശരിയല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ 20 അല്ലേ? ആണ്. നമ്പർ ഓഫ് ബോയ്സും ആദ്യം എത്ര ഉണ്ടായിരുന്നു? എക്സ് 20 അല്ലേ? ആകെ ടോട്ടൽ ആ ക്ലാസ്സിൽ മൊത്തം എത്ര പേരുണ്ടായിരുന്നു മക്കളെ? ടോട്ടൽ എത്ര പേരുണ്ടായിരുന്നു? 40 പേര്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഈ കണക്കുകൾ ചെയ്യുന്നത്. സെറ്റല്ലേ? അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനാടാ കമൻറ്റ് ബോക്സിലോ. നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിലോ ഇതാണ്ട് എനിക്ക് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലൊക്കെ എന്ത് ചെയ്യണം? മെസ്സേജോ എങ്ങനെയാണെന്ന് ചോദിക്കണം. ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യണം. ഓക്കെ അല്ലേ? നമ്മളപ്പോൾ ഈ ചാപ്റ്റർ തീർത്തിരിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളതാണ്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ആദ്യം തൊട്ടുള്ള ബേസ് തൊട്ട് ഇവിടം വരെ നമ്മൾ എത്തിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം എക്സാമിന് ചോദിക്കൂടാ, ഉറപ്പായിട്ട് ഇത് മാത്രം എക്സാമിന് ചോദിക്കും. ധൈര്യമായിട്ട് നമ്മുടെ ചാനലിൽ ഈ കിടക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് പഠിച്ചോ, ഫുൾ മാർക്ക് അടിക്കാം നമുക്ക്. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ അടുത്ത ചാപ്റ്ററിലോട്ട് വരാം. ശരിയടാ.